നമസ്കാരം. ഓൾ ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമുള്ള അറിവുമായിട്ടാണ് ഓൾ ഇൻഫർമേഷൻ മീഡിയോസ് ഇന്ന് വന്നിട്ടുള്ളത്. അടുത്ത വെള്ളിയാഴ്ചയോട് കൂടി തന്നെ അവരുടെ അക്കൗണ്ടുകളിൽ 3200 രൂപ ലഭിക്കും. അതുപോലെ തന്നെ കുറച്ച് ആളുകൾക്ക് 1600 രൂപ മാത്രമാണ് ലഭിക്കുക. എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ടത്, 1600 രൂപ മാത്രം ലഭിക്കുന്ന ആരെല്ലാമാണ് എന്നതിനെല്ലാം കുറിച്ച് വളരെ വിശദമായി നോക്കുന്നതിന് മുമ്പായി ഓൾ ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരിക്കലും ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നിലവിൽ 4 മാസത്തെ കുടിശ്ശികയാണ് 2024 സർക്കാർ നൽകാനുണ്ടായിരുന്നത്. 2025 ജനുവരിയിലും ഇതുവരെ പെൻഷൻ ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ 5 മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ അടുത്ത വെള്ളിയാഴ്ചയോട് കൂടി തന്നെ ജനുവരി മാസത്തെ പെൻഷനും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ 4 മാസത്തെ കുടിശ്ശികയിൽ 1 മാസത്തെ കുടിശ്ശികയും കൂട്ടി 2 മാസത്തെ പെൻഷനാണ് അവർക്ക് ലഭിക്കുക. അടുത്ത വെള്ളിയാഴ്ചയോട് കൂടി തന്നെ അവരുടെ നമ്മുടെ അക്കൗണ്ടുകളിൽ ആ പണം എത്തും. അതിനുശേഷം 2-3 ദിവസങ്ങൾക്കകം തന്നെ നമ്മുടെ കൈകളിൽ എത്തുന്ന ആളുകളുടെയും കൈകളിൽ പണം എത്താം. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സർക്കാർ തലത്തിൽ പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2025 മാത്രം പെൻഷൻ അപ്രൂവ് ചെയ്ത ആളുകളുണ്ട്. 2024 ഡിസംബറിലോ അല്ലെങ്കിൽ 2025 തുടക്കത്തിലോ പെൻഷൻ അപ്രൂവ് ചെയ്ത ആളുകൾക്ക് 1 മാസത്തെ പെൻഷൻ മാത്രമാണ് ലഭിക്കുക. അവർക്ക് പായ കുടിശ്ശിക ഇല്ലാത്തത് കൊണ്ട് തന്നെ 2025 ജനുവരിയിലെ പെൻഷൻ മാത്രമാണ് അവർക്ക് ലഭിക്കുക. അതുപോലെ തന്നെ 2025 തുടക്കത്തിൽ നമ്മൾ പെൻഷൻ മസ്റ്ററിങ് ചെയ്യാൻ പറഞ്ഞിരുന്നു. പെൻഷൻ വാങ്ങുന്ന മുഴുവൻ ആളുകൾ നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. അത് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പെൻഷൻ മുടങ്ങുകയും അവർ പിന്നീട് 2024 ഡിസംബർ അവസാനത്തോടു കൂടി തന്നെ മസ്റ്ററിങ് വീണ്ടും ആരംഭിച്ച സമയത്ത് മസ്റ്ററിങ് പൂർത്തിയാക്കിയിരുന്നാലും അവർക്ക് കുടിശ്ശിക പെൻഷൻ ലഭിക്കുകയില്ല. അവർ മസ്റ്ററിങ് പൂർത്തിയാക്കുന്ന സമയങ്ങളിലെ പെൻഷൻ പിന്നീട് അവർക്ക് ഒരു കാലത്തും ലഭിക്കുകയില്ല. അവർക്കും 1600 രൂപ മാത്രമാണ് ലഭിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, 2024-25 അവസാനത്തിൽ, അതായത് കഴിഞ്ഞ മാസങ്ങളിൽ പെൻഷൻ അപേക്ഷിച്ച് അപ്രൂവ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിങ് പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമാണ് അവർക്ക് അടുത്ത വെള്ളിയാഴ്ച പെൻഷൻ ലഭിക്കുകയുള്ളൂ. മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ഒരാൾക്കും പെൻഷൻ ലഭിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ലഭിക്കുകയില്ല. സർക്കാർ പറയുന്ന കാര്യങ്ങൾ യഥാസമയത്ത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് തുടർന്ന് അവർക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് 60 വയസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ എല്ലാ വർഷവും നൽകേണ്ട പുനർവാഹിത എല്ലാത്തിനുള്ള സർട്ടിഫിക്കറ്റ് നൽകണം. വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ സഹായിക്കും. ഒരു അഫിഡവിറ്റ് നൽകി അത് പഞ്ചായത്തിൽ ഏൽപ്പിക്കുകയും പഞ്ചായത്ത് അത് യഥാസമയം നമ്മുടെ വെബ്സൈറ്റിൽ അത് അല്ലെങ്കിൽ നമ്മുടെ പെൻഷൻ പോർട്ടൽ അത് അപ്ലൈ ചെയ്തുവെന്ന് ഉറപ്പുവരുത്തുക. 60 വയസ്സ് കഴിഞ്ഞാൽ അവർ അത് പ്രത്യേകം നൽകേണ്ട ആവശ്യമില്ല. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പല ആളുകളും ഇതിൽ വഞ്ചിതരാകുന്നുണ്ട്. അവർ ചിലപ്പോൾ അവർക്ക് 60-62 വയസ്സായിട്ടുണ്ടാകാം. പക്ഷേ അവരുടെ രേഖയിൽ അവർ അന്ന് കൊടുത്ത ആധാറിലോ അല്ലെങ്കിൽ SLC ബുക്കിലോ സ്കൂൾ സർട്ടിഫിക്കറ്റിലോ അവർക്ക് 60 വയസ്സ് തികഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായും ഈ ഒരു അഭ്യർത്ഥന നൽകണം. അവരുടെ രേഖാമൂലം അവർക്ക് എത്ര വയസ്സായോ അതാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ അവർ കൊടുത്ത ആധാറിൽ 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അല്ലാത്ത പക്ഷം അവർക്ക് പെൻഷൻ തടയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിർബന്ധമായി കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ കൂടുതൽ കാര്യങ്ങൾക്ക് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വരുമാന സർട്ടിഫിക്കറ്റ്. ഇത്രയും കാലമായി വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ഒരുപാട് ആളുകളുണ്ട്. പെൻഷൻ വാങ്ങുന്ന ഒരുപാട് ആളുകൾ ഇനിയും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകളുണ്ട്. അവർ എത്രയും പെട്ടെന്ന് തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ അനർഹമായിട്ടാണ് പെൻഷൻ കൈപ്പറ്റുന്നതെങ്കിൽ, നമുക്ക് അർഹതയില്ലാതെ നമ്മൾ പെൻഷൻ കൈപ്പറ്റി കഴിഞ്ഞാൽ നമ്മൾ 18% കൂടി ഈ പണം തിരിച്ചടയ്ക്കേണ്ടി വരും. പല ആളുകളും പോയി ആ ഒരു ബുദ്ധിമുട്ടിൽ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ 4 ചക്ര വാഹനമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ അർഹതയില്ല എന്നാണ് സർക്കാരിൻ്റെ പുതിയ അറിയിപ്പ്. അതുപോലെ തന്നെ 2000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ല. അതുപോലെ തന്നെയാണ് കുടുംബത്തിന് ഒന്നാകെ 1 ഏക്കർ മേലെ ഭൂമി ഉണ്ടെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ല എന്നാണ് സർക്കാർ അറിയിക്കുന്നത്. ഒരാളുടെ പേരിൽ 2 ഭൂമി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 വീടുണ്ടെങ്കിൽ, ഇപ്പോൾ മക്കൾ എടുത്തതോ അല്ലെങ്കിൽ നമ്മുടെ മരുമക്കളോ എടുത്ത വീടുകളാണെങ്കിൽ നമ്മുടെ സ്ഥലത്തുള്ള വീടാണെങ്കിൽ നമ്മുടെ പേരിലാണ് ആ വീടുണ്ടാവുക. അങ്ങനെ ഒരാളുടെ പേരിൽ 2 വീടുകളുണ്ടെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ല. ഇത്രയും കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റി കഴിഞ്ഞാൽ അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തി കഴിഞ്ഞാൽ വലിയ രൂപത്തിലുള്ള ഫൈൻ നമ്മൾ തിരിച്ചടക്കേണ്ടി വരും. 18% നമ്മൾ വാങ്ങിയ എത്ര മാസമാണ് നമ്മൾ പെൻഷൻ വാങ്ങിയത് അത്രയും കാലത്തെ 18% പലിശയോട് കൂടി തന്നെ നമ്മൾ തിരിച്ചടക്കേണ്ടി വരും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ യഥാസമയം ശ്രദ്ധിക്കുക.
അതുപോലെ തന്നെ പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പെൻഷൻ അപേക്ഷിക്കാം. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ വീടിൻ്റെ അളവ് അതുപോലെ തന്നെ നമ്മുടെ നികുതി ഷീറ്റ് എന്നിവ നമ്മൾ കറക്റ്റായി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അക്ഷയ കേന്ദ്രം വഴിയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. നമ്മുടെ ഫോട്ടോ, വരുമാന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, വോട്ടർ ID കാർഡ് എന്നീ രേഖകളെല്ലാം വെച്ച് നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കൊന്ന് പഞ്ചായത്തിൽ നേരിട്ട് പോയി അന്വേഷണം നടത്തുക, എന്തായി നമ്മുടെ പെൻഷൻ്റെ കാര്യമെന്നുള്ളത്. പെൻഷൻ അപ്രൂവലായി പെൻഷൻ ID ആയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഒരാൾക്കും പെൻഷൻ ലഭിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ പെൻഷൻ ലഭിക്കുകയില്ല. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.